പൊന്നര ചങ്ങൈമാരെ, ഞാൻ അതിന് മുമ്പ് കടലിൽ സംഘർഷം എന്ന് അറിഞ്ഞു കണ്ടൊരു വീഡിയോ ഇട്ടീനി. അപ്പോൾ അത് എന്താണ് സംഭവം, എങ്ങനെയാണ് ഈ പ്രശ്നം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. മനസ്സിലാവാത്ത ഒരുപാട് ആളുകളുണ്ടാവും, മനസ്സിലായവരും ഉണ്ടാവും, അറിയുന്നവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, ഇത് പറഞ്ഞു തരുന്നത്. ഇത് സംഭവം എന്ന് പറഞ്ഞത് നിങ്ങൾ കാണില്ല, ഈ രണ്ട് ബോട്ടുകാർ കൂടിയിട്ട് ഡബിൾ നെറ്റ് എന്ന് പറഞ്ഞൊരു വല ഉണ്ട്. അത് നിരോധിച്ച വലാണത്. ആ വല ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പാടില്ല. ആ വല ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ബോട്ട് വലിച്ചു വരുന്നത്. ആ പണിയാണ് ഇപ്പോൾ ഈ എടുത്തും കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ഈ ബോട്ട് ഈ വല കൊണ്ട് മീൻ പിടിച്ചും കൊണ്ട് വരുന്ന ഭാഗത്തുള്ള മൊത്തം മീൻ എന്ന് പറഞ്ഞാൽ വലുതും ചെറുതുമായ, അതായത് നന്ന പൊടിമീനും നല്ല വലിപ്പമുള്ള മീനുകളും. ഈ പൊടിമീൻ എന്ന് പറഞ്ഞാൽ നന്ന ചെറിയ മീൻ, അതായത് സർക്കാർ നിരോധിച്ച മീൻ, ഇത്ര അളവിലുള്ള മീനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മീനിപ്പോൾ ചെറിയ മീൻ പിടിക്കരുത്, മത്തിക്ക് ഇത്ര അളവായാലേ മത്തിനെ പിടിക്കാൻ പറ്റുള്ളൂ, അയിലക്ക് ഇത്ര അളവായാലേ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നിയമമുണ്ട്. ഈ പരമ്പരാഗത മത്സ്യബന്ധനം നടത്തിയിട്ട് വള്ളക്കാർ കൊണ്ടുവരുമ്പോൾ തന്നെ ആ മീൻ ഇവിടെ ചെറുത് കൊണ്ടുവന്നാൽ അവർ ഫൈനൊക്കെ കെട്ടേണ്ട അവസ്ഥകളൊക്കെ ഈ ഇടയിൽ വന്നിന്, കോരി ഒഴിവാക്കലും ഫൈൻ കെട്ടലും. അപ്പോൾ ഈ ഡബിൾ നെറ്റ് എന്ന് പറഞ്ഞ വല ഉപയോഗിച്ചാൽ ഈ കടലിലുള്ള മത്സ്യസമ്പത്ത് ഇല്ലാതായി പോവുക ചെയ്യുള്ളൂ. കാരണം അങ്ങനെയാണ് ഈ വല ഉപയോഗിച്ചാൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നന്ന ചെറിയ മീനൊക്കെ ചത്ത് ഒഴിവാക്കണ ഒരു ഇത്, അതായത് ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് മീനും കൊടുക്കും. അപ്പോൾ അത് ബോട്ടുകാരൻ അതിന് മുമ്പ് തീരുമാനിച്ച നമ്മൾ ആ വല വലിക്കേണ്ട ബോട്ടുകാരെ കമ്മിറ്റിനെ തീരുമാനിച്ച് നിർത്തിയതാണ്. ഇപ്പോൾ മംഗലാപുരത്തുള്ള ഞാൻ പറഞ്ഞില്ലേ, മംഗലാപുരത്തും ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബോട്ടുകാർ ആ പണി എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലും ഈ തെക്കൻ ജില്ലയിൽ കൊല്ലം ഭാഗത്തൊക്കെ ഉള്ള ബോട്ടുകാരും ഇവരൊക്കെ ഈ പണിയെടുത്ത് ഇതാകെ പ്രശ്നമായി കിടക്കുകയാണ് ഇപ്പം. അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇതിന് സമ്മതിക്കണില്ല ഈ വല വലിക്കാൻ. ബോട്ടുകാർ വലിക്കുമ്പോൾ അവരോട് തല്ലും പിടിയും കച്ചറയും. ആ കച്ചറാണ് ഞാൻ ഇതിന് മുമ്പ് വിട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് അത് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്തിനാണ് ഈ പ്രശ്നം, എന്താണ് വിഷയം എന്നൊന്നും. അപ്പോൾ ഈ വിഷയം ഇപ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ വിഷയം ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് നേരെ സംഭവിച്ചതാണ്. ഈ വള്ളക്കാർ പോയിട്ട് ഈ പിടിച്ച് അവരെ വലയും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് കരയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ മീനും ഈ വലയിൽ കയറും. ഈ വലയിൽ വലിയ മീൻ കയറിയാൽ കുഴപ്പമില്ല, അവർക്ക് ജീവിക്കാൻ വലിയ മീൻ പിടിക്കുക, എല്ലാവർക്കും പിടിക്കുക. പക്ഷേ ഇതങ്ങനല്ല, ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് ചെറിയ പൊടിമീനുകളും ഇതിൻ്റെ കൂടെ കയറി ചത്തിട്ട് അവർ ഒഴിവാക്കലാണ് പൊതുവേ. അപ്പോൾ ഈ വല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കരുത് എന്ന് എല്ലാവരും ഇവിടെ തീരുമാനിച്ചതും ബോട്ടുകാർ തന്നെ, ഈ ജോലി ചെയ്യണ ബോട്ടുകാർ തന്നെ 2 വർഷം മുമ്പ് ഈ പണി ഇനി എടുക്കണ്ട, ഇത് കടലിലുള്ള മീൻ നശിച്ചു പോവും, അതുകൊണ്ടിട്ട് നമുക്ക് ഇത് നിർത്തിയേക്കാന്ന് പറഞ്ഞിട്ട് ഈ ബോട്ടിൻ്റെ ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ. അവർ തീരുമാനിച്ച് ഈ പണി നിർത്തിവെച്ചായിരുന്നു. ആ സമയത്തൊക്കെ കടലിൽ മീനും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു. വീണ്ടും ഈ പണി തുടങ്ങി. കഴിഞ്ഞ വർഷമൊക്കെ ഈ പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പണി തുടങ്ങാനുള്ളതിൻ്റെ കാരണം ബോട്ടുകാർ പറഞ്ഞത് നമ്മളെ മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന, അതായത് കർണാടകയിൽ നിന്ന് മംഗലാപുരം ഭാഗത്തു നിന്നും വരുന്ന ബോട്ടുകാർ നമ്മളെ കടലിൽ, അതായത് നമ്മളെ കോഴിക്കോട്, കണ്ണൂർ ഈ ഭാഗങ്ങളിലൊക്കെ കടലിൽ വന്ന് ഡബിൾ നെറ്റ് ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെ ഈ കേരളത്തിലുള്ള ബോട്ടുകാർ തീരുമാനിച്ചതാണ് എന്ത്, നമ്മളായിട്ട് ഇനി എന്തിന് ഇത് നോക്കിക്കുന്നത് എന്നുള്ള. അത് സ്വാഭാവികമാണല്ലോ, അങ്ങനാണല്ലേ. പക്ഷെ അത് നിർത്താനല്ല നോക്കിയത്, അത് നിർത്തലാക്കായിരുന്നു വേണ്ടത്. ഈ മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന ബോട്ടുകാരെ തടയായിരുന്നു വേണ്ടത്. ഇതിപ്പം എന്തായി, നമ്മളെ നാട്ടിലുള്ള, അതായത് നമ്മളെ കേരളത്തിലുള്ള വള്ളക്കാരും ബോട്ടുകാരും കൂടി തമ്മിൽ കച്ചറായില്ലേ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. കാരണം വെള്ളക്കാരിങ്ങനെ ചെയ്യാനുള്ള കാരണം, വെള്ളക്കാരെന്ന് പറഞ്ഞാൽ പരമ്പരാഗത മത്സ്യബന്ധനം നടത്തണവർ. ഓലൊരു മീന് കൂട്ടത്തോടൊക്കെ വരുന്ന മീനെ ആണ് പിടിക്കൽ. അതിൽ ചെറിയ മീൻ അങ്ങനെ നശിക്കണ മീനൊന്നും ഉണ്ടാവലില്ല, നശിപ്പിക്കലില്ല അവരാ പണിയിൽ. പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ നശിപ്പിക്കലില്ല. അപ്പോൾ അവർ ഇപ്പം ഇത് തടയാനും ഇത്ര പ്രക്ഷോഭത്തിനും നിൽക്കണതിൻ്റെ കാരണം, കഴിഞ്ഞ വർഷം ഈ ഡബിൾ നെറ്റ് വല ബോട്ടുകാർ ഉപയോഗിച്ചിട്ടാണ് ഈ വർഷം കടലിലില്ലാത്തത് എന്നുള്ള പരാതി. ഇപ്പം നിങ്ങൾക്കറിയില്ല മത്തിൻ്റെ എല്ലാം വില എവിടെ എത്തി എന്നുള്ളത്.
ഇപ്പം ഈ ചിങ്ങങ്കന്നി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ കാലുകൊണ്ട് നീക്കണ ഒരു സമയമാണ്. കാരണം അത്രയും മീൻ കിട്ടണ സമയമാണ് ചിങ്ങങ്കന്നി. അപ്പോൾ ഇത്രയും മീൻ കിട്ടണം, അതായത് ഒരുപാട് മീൻ എല്ലാ മത്സ്യത്തൊഴിലാളികളും മീൻ കൊണ്ട് ചാകര എന്ന് കേട്ടില്ല നമ്മൾ. ഈ ചാകരൻ്റെ മാസങ്ങളാണ് ചിങ്ങം, കന്നി, തുലാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന മാസങ്ങളാണിത്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഈ 3 മാസത്തിലാണ് പൊതുവെ കടൽപ്പണിക്കാർ മീനില്ലാത്ത സമയത്ത് കണ്ട സ്വർണങ്ങളും മറ്റും പണയപ്പെടുത്തിയിട്ടൊക്കെയാണ് ജീവിക്കൽ. അപ്പം അത് തിരിച്ചെടുക്കണ മാസമാണ് ഈ 3 മാസം. ഈ സമയത്ത് ഇപ്പം വള്ളക്കാർ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് ഒരു ദിവസം 40,000 50,000 റുപ്യ കടണ്. അതായത് 400 ലിറ്റർ ഡീസൽ വേണ്ടി വരും ഒരു ദിവസം പണിക്ക് പോകുമ്പോൾ. പിന്നെ ഇത് 60 ആളാണ് ഇതിനകത്ത് പണിക്ക് വെക്ക്. ഇതിൻ്റെ ഈ ചെറിയ തോണികൾ ഈ ചെറിയ തോണിയും ഇതൊക്കെ കൂടി പോകണമെങ്കിൽ ഒരു 10,000 റുപ്യ അതിനും ചിലവാണ്. അവരെ ഫുഡൊക്കെ കൂടി ഒരു ദിവസം 50,000 റുപ്യ ചിലവാണ്. ഈ പൈസ കടായിട്ടാണ് ഇപ്പം വള്ളക്കാർ തിരിച്ചു വരുന്നത്. കടലിൽ പണില്ല, കടം വീടേണ്ട സമയമാണ്. ജോലി ചെയ്തിട്ട് മീൻ കിട്ടിയിട്ട് കടങ്ങളും കാര്യങ്ങളും വീടി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പൈസ ഒക്കെ സമ്പാദിക്കേണ്ട ഒരു സമയത്താണ് ഈ കടലിൽ മീനില്ലാതാവുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ആർക്കായാലും ദേഷ്യം പിടിക്കൂലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം വള്ളക്കാർ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയതാ. ഒരു ബോട്ടിൻ്റെ വല പിടിച്ചുകൊണ്ടാന്ന്, ഈ ഡബിൾ നെറ്റ് എന്ന് പറഞ്ഞാൽ ആ വലയാണ് പിടിച്ചുകൊണ്ടാന്ന് ഈ ഇറക്കണേ. ഈ വലൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ണി ഏകദേശം നമ്മളെ വീടിൻ്റെ ഒരു റൂമിൻ്റെ ഒക്കെ അത്ര വലിപ്പമുണ്ടാവും. അത്രയും വലിയ കണ്ണിയാണ് ഒരു കണ്ണി. അത് അങ്ങോട്ട് പോകുമ്പോൾ കണ്ണി ചെറുതായി പിന്നെ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന കണ്ണി നമ്മളെ കൊതുകുവലൻ്റെ അത്രയും ചെറിയ മീനും എന്താവും അവിടെ നിൽക്കും. അപ്പോൾ ഈ സംഭവമാണ് കാരണം കൊണ്ടാണ് ഈ വള്ളക്കാരിക്ക് മീൻ കിട്ടാത്ത, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടാത്ത കാരണം കൊണ്ടാണ് അവർ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തിൽ 40 ആൾ 50 ആൾ 60 ആൾ പോകുന്നുണ്ട്. ഒരു ബോട്ടിൽ പോക്ക് 10 ആൾ 11 ആളാണ്. അപ്പോൾ ഈ 10 ആൾ 11 ആൾ പോയിട്ടാണ് ഈ പണി ചെയ്യുമ്പോൾ, ഈ മീനെ നശിപ്പിക്കുന്ന പണി എടുക്കുമ്പോൾ ഈ 60 ആൾ 70 ആൾ പോണ വള്ളക്കാർ അവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അപ്പോൾ ഇത് ശരിക്ക് ചെയ്യേണ്ടത് ഈ സർക്കാരാണ്. ഇതിന് മുൻകൈ എടുത്ത് ഇത് തടയേണ്ടതും പിടിക്കേണ്ടതും. പക്ഷേ സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ടിട്ട് ആ പണി വള്ളക്കാർ ചെയ്യണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ ഒരു നടപടിയും ഇല്ല എന്നാണ് വള്ളക്കാർ പറയുന്നത്. സർക്കാർ ഇത് തടയുകയാണെങ്കിൽ ഇപ്പം വള്ളക്കാർക്ക് തടയേണ്ട ആവശ്യം വരില്ലല്ലോ എന്നാണ് വള്ളക്കാർ ചോദിക്കേണ്ടത്. അവർ പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പം കോഴിക്കോട് കലക്ടറേറ്റ് മാർച്ച് ഉണ്ട് 30-ാം തീയതി. മത്സ്യത്തൊഴിലാളികളെല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ളൊരു മാർച്ചാണ്. അപ്പോൾ അങ്ങനെ പ്രക്ഷോഭമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോണത്. ബോട്ടുകാർ വലിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. ബോട്ടുകാർക്ക് അവരെ കമ്മിറ്റി തീരുമാനിക്കണം വലിക്കേണ്ടെന്നുള്ളത്. അപ്പോഴേ അവർ അത് നിർത്തുള്ളൂ. അപ്പോൾ സർക്കാർ ഇടപെട്ടാലേ ഈ പ്രശ്നം എന്താവുള്ളൂ, ക്ലിയറായി തീരുള്ളൂ. കടലിൽ മത്സ്യം ഉണ്ടെങ്കിലേ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇതെന്താണ് സംഭവം. ഞാൻ കടലിൽ സംഘർഷം നിറഞ്ഞുകൊണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിന്. അപ്പോൾ ഇതാണ് സംഭവം. ഇനിയും ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. അപ്പോൾ ഇത് ബോട്ടുകാരുടെ വല, ഡബിൾ നെറ്റ് എന്ന് പറഞ്ഞ വല വെള്ളക്കാർ പിടിച്ചുകൊണ്ടാണ് ഇറക്കണതാണ് കാണുന്നത്. കടലിൽ നിന്നൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ തല്ലും പിടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വരാൻ വരെ എത്ര പ്രയാസം എന്നറിയോ. അപ്പം ഇത് നല്ല രീതിയിൽ തീരാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കേണ്ടി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കടലിലുള്ള ഓരോ വീഡിയോസുമായിട്ട് നമ്മൾ വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ വെക്കുക, കമൻ്റ് എന്തെങ്കിലും ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് പറയാനുള്ളവർക്ക് കമൻറ്റിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഓക്കെ, എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യും.